ഒരു മാസം 3000-4000 കിലോമീറ്ററൊക്കെ ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരിക ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചൊരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷനാണ്. എനിക്കൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അതുപോലെ തന്നെ അത് നമുക്കൊരു കാർ ആ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് വരികയും ചെയ്യും. അതുപോലെ ഒരു ഫ്യൂൽ കാർ നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഡീസലിൻ്റെ DPF ഇഷ്യൂസ്, ഇനി യൂസ്ഡ് കാറിലേക്ക് പോയി കഴിഞ്ഞാൽ E20 പെട്രോളിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊരു കാർ വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോയാലോ, ഒരു 15 ലക്ഷത്തിൽ താഴെ നോക്കുമ്പോൾ നല്ല കാറുകൾ, അതായത് നല്ല റേഞ്ച് കിട്ടുന്ന കാറുകളൊന്നും കറൻ്റ്ലി അവൈലബിൾ അല്ല എന്നുള്ളൊരു തോട്ടുമുണ്ട് പലർക്കും. പക്ഷേ അവിടെയാണ് ഡിഫറൻസ്. ടാറ്റയുടെ punch.ev സ്റ്റിൽ 15 ലക്ഷത്തിൽ താഴെ, അത് ഇടയ്ക്ക് ഒരു പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പല ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. 15 ലക്ഷത്തിൽ താഴെ നിങ്ങൾക്ക് 300 കിലോമീറ്റർ പ്ലസ് റേഞ്ച്, അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ഡിഗ്രി ക്യാമറ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സൊക്കെ ആയിട്ട് punch.ev ആ ഒരു സെഗ്മെന്റിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു punch.evയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ഒരു 1.5 വർഷം കൊണ്ട് 50,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയ ഒരു ഡീറ്റെയിൽഡ് യൂസർ എക്സ്പീരിയൻസ് ആണെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി ആ വീഡിയോ കാണുക, എന്നിട്ടൊരു ഡിസിഷൻ എടുക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു സെയിം പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ തോട്ട്സ് ആ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.